തിരുവനന്തപുരം വെമ്പായം അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ അപകടത്തിൽ കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തു. പാർക്കിന്റെ പ്രവർത്തനവും നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. വെമ്പായം അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് RB സനൂപ് ചേരുകയാണ്. സനൂപ്, ഈ റൈഡ് പ്രവർത്തനം നടക്കുന്നതിനിടെയാണ് അത് പൊട്ടി വീണതെന്ന് വേണം മനസ്സിലാക്കാൻ. ആ സമയത്ത് ആ റൈഡിൽ എത്ര പേരുണ്ടായിരുന്നു? എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? അപകട കാരണം സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ? ദിവ്യ, ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 12:15 ഈ അപകടം ഉണ്ടാകുന്നത്. എനിക്ക് പിന്നിലായി കാണുന്ന റൈഡാണ് മറിഞ്ഞ് വീണ് അപകടം ഉണ്ടാക്കിയത്. 12 പേർ ആ സമയത്ത് ഇതിലുണ്ടായിരുന്നു. അതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നാഗർകോവിൽ സ്വദേശികളാണ്. അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മനോരഥി 54 വയസ്സ്, സീമണി 49 വയസ്സ്, മാലിനി 49 വയസ്സ്, 14 വയസ്സുള്ള കുട്ടി ശ്യാം ഡാനിയൽ, അതുപോലെ 16 വയസ്സുള്ള റോസ്, ഇവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആദ്യം സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കും അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ 12:15 സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടേക്ക് ഒരു ആംബുലൻസിന് പോലും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം ഈ ഒരു പ്രദേശം നിലനിൽക്കുന്ന സ്ഥലം തന്നെ ഇങ്ങനെയാണ്. അവിടേക്ക് ആംബുലൻസ് എത്താൻ പറ്റിയില്ല. തുടർന്ന് ഇവിടെയുള്ള വാഹനത്തിലാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. അതുമാത്രമല്ല, ഈ അപകടം നടന്ന ശേഷവും ഈ പാർക്ക് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ അപകടം നടന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ ബേസ്മെന്റ്. ഈ ബേസ്മെന്റിൽ ഇത്രയും ഭാരമുള്ള ഈ റൈഡ് നിലനിന്നത് ഈ പറയുന്ന രണ്ട് ആംഗിളിൻ്റെ ബലത്തിലാണ്. ഈ 2 ആംഗിളിൻ്റെ ബലത്തിൽ മാത്രമാണ് ഈ ഒരു ഇത്രയും ഭാരം കൂടിയ ഈ റൈഡ് നിന്നത്. അപ്പം അതിൻ്റെ പല ഭാഗവും ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ദ്രവിച്ചു പോയി മതിയായിട്ടുള്ള സുരക്ഷാ പരിശോധന നടത്താതെ ഈ ചെറിയ വെൽഡിങ്ങും മറ്റുമൊക്കെ നടത്തിക്കൊണ്ട് ഇത് വീണ്ടും തുടർന്ന് പ്രവർത്തനം നടത്തിയതായിട്ടാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച വന്നതായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും സ്ഥലം MLA കൂടിയായിട്ടുള്ള മുൻ മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പറയുന്ന പ്രകാരം ഇതിന് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇതിന് ഫിറ്റ്നസ് അനുവദിച്ച അധികൃതർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസർ അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെഞ്ഞാറമൂട് പോലീസും കേസെടുത്തിട്ടുണ്ട്, സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പാർക്ക് ഇപ്പോൾ അടപ്പിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന് ശേഷവും പാർക്ക് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ആ സമയത്ത് നിരവധി പേർ ഈ പാർക്കിൽ കളിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അവർക്കൊക്കെ തന്നെ റീഫണ്ട് നൽകി ഇപ്പോൾ മടക്കി അയച്ചിട്ടുണ്ട്. എന്തായാലും പാർക്കിനെതിരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ വരുന്നുണ്ട്. മതിയായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്ന പാർക്കാണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈഡ് പ്രവർത്തിച്ചത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും ഒരുക്കാതെയാണ് ഈ കഴിഞ്ഞ കാലമൊക്കെ ആ റൈഡ് അവിടെ പ്രവർത്തിച്ചത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് ഹാപ്പി ലാൻഡ്. മുൻപും പല ആരോപണങ്ങളും പാർക്കിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ കേസാവാതെയൊക്കെയോ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. 2 മാസം മുമ്പ് ഒരു കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു. അത് പക്ഷേ ഈ പാർക്കിന്റെ പ്രശ്നമാണോ അതോ കുട്ടി കഴിച്ചതിന്റെ ഭക്ഷണത്തിന്റെ പ്രശ്നമാണോ എന്ന കാര്യം വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരടക്കം പല ആരോപണങ്ങളും ഈ അപകടവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അമ്യൂസ്മെന്റ് പാർക്കിലെ പല നിർമ്മാണങ്ങളും അതൊന്നും തന്നെ ശരിയായ രീതിയിലല്ല, വെറും ഗുണനിലവാരം കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന റൈഡ് മറിഞ്ഞു പോകില്ല. കാരണം അതിന്റെ പല ഭാഗവും ദ്രവിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്, ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിന് ഫിറ്റ്നസ് അനുവദിച്ചവർക്കെതിരെ കൂടി നടപടി വേണമെന്നാണ് ആവശ്യം. കാരണം ഇത് പരിശോധിച്ച് ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട അധികൃതർ ഇതിന് വീണ്ടും ലൈസൻസ് പുതുക്കി കൊടുത്തത്. എന്തായാലും അതിൽ ക്രമക്കേടടക്കം ഉള്ള കാര്യം നാട്ടുകാരും അതേപോലെ ഇവിടെ വന്ന ജനപ്രതിനിധികളടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ പാർക്കിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടറും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിവ്യ, അനുപ, ഇനി അറിയേണ്ടത് ആ റൈഡ് അത് പ്രവർത്തിക്കുന്നതിനിടെ തന്നെ അത് പൂർണ്ണമായി അന്ന് തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു, ആളുകളുടെ ദേഹത്തേക്ക് തന്നെ വീഴുകയായിരുന്നോ? ഈ കാണുന്ന പോലെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അത് ബേസ്മെന്റ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു വശത്തേക്കാണ് ഈ
ഈ റൈഡ് ചരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം, ഇത് ഇങ്ങനെ കസേര ഉണ്ട്, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റൈഡാണ്. ആ റൈഡിൻ്റെ മുകളിൽ ഒരു ബലൂൺ മാതൃകയിലുള്ള കൺസ്ട്രക്ഷനും ഒക്കെ തന്നെ നിർമ്മാണവും ഉണ്ടായിരുന്നു. അതുൾപ്പെടെ നേരെ മറിഞ്ഞു വീഴുകയായിരുന്നു. നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് ദൃക്സാക്ഷിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ റൈഡിൽ കളിച്ചുകൊണ്ടിരുന്നവർ മാത്രമാണ് വീണത്. കണ്ടുകൊണ്ടിരുന്നവരുടെ ദേഹത്തേക്കൊന്നും തന്നെ ഇത് പതിച്ചിട്ടില്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 12 പേര് ഈ സമയത്ത് റൈഡിൽ ഉണ്ടായിരുന്നു, അവരാണ് വന്ന് വീണത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു 5 പേർക്കാണ് ഇതിൽ പരിക്കേറ്റത്, കുട്ടി ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെല്ലാം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടു. പക്ഷേ ആ സമയത്ത് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ട സംവിധാനങ്ങൾ, വാഹനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു ആംബുലൻസിന് കടന്നു വരാൻ പോലും പറ്റാത്ത രീതിയിൽ, ഒരു ആംബുലൻസ് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവരെ വേഗത്തിൽ തന്നെ എടുത്തുകൊണ്ടുപോയി ഈ പാർക്കിൻ്റെ മുൻവശത്ത് ഉണ്ടായിരുന്ന വാഹനത്തിൽ കയറ്റിക്കൊണ്ടു. അതായത് ഈ അപകടം നടക്കുന്ന ഈ റൈഡും പാർക്കിൻ്റെ മുൻവശവും തമ്മിൽ, റോഡും തമ്മിൽ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഇവിടേക്ക് പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ കയറി വരാൻ പറ്റുന്ന രീതിയിൽ ഒന്നുമില്ല. അതായത് ഒരു വാഹനത്തിന് ഇവിടേക്ക് കടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അല്ല ഇവിടെ, നിർമ്മാണ പ്രവർത്തനങ്ങളല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി പുറത്തെത്തിച്ച് അവിടെ നിന്ന് നേരെ ആദ്യം വെഞ്ഞാറമൂടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷമാണ് അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള